ബിഗ് ബോസിൻ്റേതായിട്ട് പുതിയൊരു പ്രൊമോ കൂടി വന്നിട്ടുണ്ട്. മണി മണി എന്നാണ് ടാസ്കിൻ്റെ പേര്. അതായത് പണപ്പെട്ടി ടാസ്കിൻ്റെ രണ്ടാമത്തെ ടാസ്ക്. മുമ്പുള്ള വർഷങ്ങളിൽ പെട്ടി കൊണ്ടുവയ്ക്കുകയായിരുന്നു, എല്ലാവരും വെറുതെ എടുത്തുകൊണ്ട് പോയി. എന്നാൽ ഇത്തവണ അതിന് ചെറിയൊരു ട്വിസ്റ്റുണ്ട്. അതായത് എല്ലാവരും കളിച്ച് നേടണം. കളിച്ച് നേടിയാണ് ഓരോരുത്തർക്കും ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും എനിക്കൊന്ന് കുറച്ച് പൈസ കിട്ടും എന്നാണ് തോന്നുന്നത് കേട്ടോ. ഇതിനകത്ത് ഇനി എന്തൊക്കെ ട്വിസ്റ്റ് ഉണ്ടെന്ന് അറിയില്ല. എന്തായാലും മണി മണി എന്ന ടാസ്ക് എല്ലാവരുടെയും തലയിൽ ഓരോ മണി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നടക്കുമ്പോൾ അത് അനങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഔട്ടാവും. ഇതാണ് ആ ടാസ്ക്. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു നെവിൻ എന്തായാലും എന്താ പറയുക അതിൻ്റെ വിധികർത്താവാണ്. അല്ലാണ്ട് ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ വെച്ച് കഴിഞ്ഞാൽ നെവിനോട് പറഞ്ഞ കേൾക്കില്ല, നെവിൻ പോയി പേർക്കും. ഇതാകുമ്പം പ്രോപ്പർട്ടി ഇല്ലാത്തതുകൊണ്ട് നെവിന് അതിനകത്ത് പങ്കെടുക്കാൻ സാധിക്കില്ല. അത് വിധികർത്താവാക്കി വെച്ചിട്ടുണ്ട്. അൺഫെയർ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഫെയർ ആയിട്ടുള്ള ഒരു വിധി എന്തായാലും ഉണ്ടാവില്ല എന്ന് നമുക്ക് തീരുമാനിച്ചുറപ്പിക്കാം. എന്തായാലും ഇപ്പോൾ നടക്കുമ്പോൾ ആദ്യം എല്ലാവരും ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ എപ്പോഴാണ് ബെല്ലടിക്കുന്നതെന്ന്, ആ ബെല്ലടിക്കുന്ന സമയത്ത് ആരുടെ മണിയാണ് മുഴങ്ങുന്നത് അവർ ഔട്ടാവും. അങ്ങനെയായിരുന്നു ആദ്യം, അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അതിനുശേഷം ഇങ്ങനെ നടക്കുകയാണ്. അതിലേക്കാണ് കേട്ടോ ഏറ്റവും വലിയ പണി കിട്ടിയത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലിങ്ങനെ സാരി മടക്കിക്കൊണ്ടിരിക്കുകയാണ്. സാരി മടക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബെല്ല് മുഴങ്ങുന്നത്. അപ്പം അതിന് പെട്ടെന്ന് പഠിച്ച റബ്ബേ എന്നൊക്കെ പറഞ്ഞ് അനങ്ങാണ്ട് ഒരു വിധത്തിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ മണി മുഴങ്ങുന്നില്ല കേട്ടോ. കുഴപ്പമൊന്നും ഇല്ലാണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതിനുശേഷം ഓരോരുത്തരുടെ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ അനിമോളൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ നിവിൻ പാറിപ്പറന്ന് നടക്കുകയാണ്. കുലുങ്ങുന്നുണ്ടോ അനങ്ങുന്നുണ്ടോ, ഊതിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. അതിലെന്തായാലും രക്ഷപ്പെട്ടു. കാരണം സാരി മടക്കിക്കൊണ്ടിരിക്കുക, അതായത് സാബുമാനെയും കൂട്ടി ആൾ സാരി മടക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട്, ദൈവമേ അനങ്ങുന്നുണ്ട്. കാരണം കൈയൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ കൺട്രോൾ ചെയ്യാൻ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്തായാലും അതിൽ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഓരോരുത്തരായി. അപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ട് ഇതിനൊരു തീരുമാനം. അപ്പം നമ്മുടെ ബിഗ് ബോസ് എന്ത് പറഞ്ഞു, ഞാൻ ഇതിനകത്തൊരു ടെസ്റ്റ് കൊണ്ടുവരികയാണ്. ഇനി മുതൽ എല്ലാവരും ഒറ്റക്കാലിൽ നിൽക്കണം. ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് വേണം ടാസ്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റക്കാലിൽ നിൽക്കുകയാണ്. ആദ്യം നമ്മുടെ നൂറയൊക്കെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. നൂറ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചെന്ന് നോക്കുന്നുണ്ട്. നെവിനാണ് ഇങ്ങനെ അടുത്ത് ചെന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും അനങ്ങുന്നില്ല. അതിനുശേഷം ഇങ്ങനെ സാബുമാൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറയുന്നുണ്ട്, സാബുമാൻ്റെ മണിയിലെങ്കിൽ ഞാൻ ഒച്ചയായിട്ടാണ് സാബുമോൻ പുറത്താണെന്ന് പറയുകയാണ്. അതിനുശേഷം നമ്മുടെ അനീഷിൻ്റെ മണിയിൽ നിന്ന് ഒറ്റക്കാലിൽ നിന്നപ്പോൾ ശബ്ദം കിട്ടും. അങ്ങനെ അനീഷ് പുറത്താണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനിവാസം പറയുന്നുണ്ട്, ശരിയാണ് അനീഷിൻ്റെ അതൊന്ന് സൗണ്ട് കേട്ടു, അതുകൊണ്ട് അനീഷ് പുറത്താണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നേരെ അനിമോളുടെ അടുത്തേക്ക് വിട്ടു നമ്മുടെ നെവിനെ ചെന്ന് ഇങ്ങനെ നിന്ന് ശല്യപ്പെടുന്നുണ്ട്. അപ്പോൾ അനിമോൾ എന്ത് ചെയ്തു, നെവിൻ പറയുന്നതിനനുസരിച്ച് ഡാൻസ് കളിക്കുന്ന പോലെയൊക്കെ കൈയും കാലും ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ മണി കിളുങ്ങുന്ന വെച്ചൊന്നും കേട്ടില്ല കേട്ടോ. പക്ഷേ അതിൻ്റെ എൻഡ് ഓഫ് ദ പോയിന്റ് എന്താണെന്ന് അറിയില്ല. അത്രയും മേലെന്ന് ബിഗ് ബോസ് കാണിക്കുന്നുള്ളൂ. അതിനുശേഷം ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്തേക്ക് അക്ബറിൻ്റെ അടുത്തേക്കൊക്കെ പോകുന്നുണ്ട്. അക്ബറൊക്കെ നല്ല എന്താ പറയുക ശ്രദ്ധയോടെയാണ് ഇങ്ങനെ അനങ്ങാണ്ടൊക്കെ നിന്നൊക്കെ നോക്കുന്നത്. കാരണം ഒറ്റക്കാലയിലല്ലേ, അപ്പോൾ പെട്ടെന്ന് എപ്പോഴാണ് ബാലൻസ് കിട്ടുകയെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് നടക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ഒരു മണി ടാസ്ക്കാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് നല്ലത്. കാരണം ഒരു ബോക്സിൽ കുറച്ച് കൊണ്ടുവന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരാൾ എടുത്തുകൊണ്ട് പോകുന്നതിനേക്കാളും കുറേയേറെ പൈസ എല്ലാവർക്കുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിട്ടുമല്ലോ. പക്ഷേ നിവിനെ പോലെ അല്ലെങ്കിൽ അതിലെ പോലെ പ്ലാൻ ചെയ്തിരുന്നവർക്കൊക്കെ ഒരു പണിയാണ് കേട്ടോ.